ചാർലി പോയിന്റ് കാണിക്കാനാന്ന് പറഞ്ഞ് കുറെ ചാണകം കൊണ്ടേ കാണിച്ചു. കാമുകിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന കാണിച്ചു തരാവോ? നയാഗ്ര വാട്ടർഫാളിലാണല്ലോ വന്നേക്കണേ. ഹേ ഗൈസ്, അപ്പൊ നമ്മള് 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ട്രിപ്പ് പോവാണ്. എല്ലാരും റെഡി ആയിട്ടുണ്ട്. അയ്യപ്പന്റെ ആദ്യത്തെ ട്രിപ്പാന്നാ പറഞ്ഞത് നമ്മുടെ കൂടെ. എന്നിട്ട് ഇന്നലെ രാത്രി വിളിച്ചിട്ട് എന്റെ അടുത്ത് പാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഈ വാഗമൺ വരെ പോണേല്. ഗൈസ് 4:59 ഷാർപ്പായിട്ട് വന്നു. അതെ ഗൈസ്, എല്ലാരും എക്സൈറ്റഡ് അല്ലേ? എല്ലാരും എന്താ ഉറക്കം തൂങ്ങിക്കണേ? നീ എന്താ ഉറക്കം തൂങ്ങിക്കണേ? ഇവരെ കണ്ടോ? ഈ പുണ്ട നമ്മളൂടെ വന്നില്ല. ഇത് ജിമ്മിലേക്ക് പോവാണ്. ഗൈസ് എക്സൈറ്റ്മെന്റ് കാണിക്കും. ഗൈസ് എന്താണ് എക്സൈറ്റ്മെന്റ് കാണിക്കാത്ത? ഗൈസ് ഇവരൊന്നും കഴിച്ചില്ല തോന്നുന്നു, അതുകൊണ്ടാ തോന്നുന്നു എക്സൈറ്റ്. നീ പറ സിദ്ധാർത്ഥേ, എക്സൈറ്റഡ് അല്ലേ? വേറൊരുത്തിന്റെ എക്സ്പ്രഷൻ മാറാനുണ്ടോ കേട്ടോ. ശിവ, നിന്റെ മമ്മിയൊക്കെ കാണുന്നതാ. ഗൈസ് എടാ, നിങ്ങൾക്കാർക്കൊന്നും പറയാല്ല എന്റെ വ്ളോഗില്. എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത എന്താ വയസ്സാകെ? നിനക്കെന്താ ഉള്ളേ? നീ എന്താന്നും വേണ്ടാത്തെ? അതെ ഇവനാണ് ഗൈസ് എന്നെ ഇന്ന് താമസിപ്പിച്ച് വിളിച്ചെടുപ്പിച്ചത്. അപ്പൊ ഇനി ഇവിടെ വെക്കണേന് ഞങ്ങക്ക് എക്സ്ട്രാ ചാർജ് തരേണ്ടി വരും. അത്രേ ഉള്ളൂ. ഗൈസ് പോവാം ഗൈസ്. അപ്പം നമ്മൾ നേരെ പോവാണ് വാഗമണിലേക്ക്. വണ്ടി വർക്ക് ഗൈസ്. ഒരു കാറും 1 2 ഇതില്ലേ, ഇത് 1 2 3 ബൈക്കും. നമുക്ക് പോവാം. പെട്രോൾ ഫുൾ. ജൗഹർ എന്തി പറഞ്ഞോലെ? അപ്പൊ നീ എന്തിനാ ഇവിടെ കേറിയിരിക്കണ നായെ? ഇറങ്ങി പോടാ, നീ ഇറങ്ങി പോ. അയ്യപ്പൻ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് ഫുൾ ടാങ്ക് അടിച്ച് ട്രിപ്പ് മൊത്തം സ്പോൺസർ ചെയ്യാൻ ആരാണ്? അയ്യപ്പൻ എന്നിട്ട് കുറച്ച് കഴിയുമ്പോ സ്പ്ലിറ്റ് റൂട്ടോ. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം. സ്പ്ലിറ്റ് ഗ്രൂപ്പ് നമുക്ക് ഒഴിവാക്കണം. അത് വേണ്ട. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥിന്റെ അടുത്ത് പറയാം, എടാ പെട്രോള് ഒരു 1000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടോളാൻ പറയാം. എന്ത് പറയണു? കേട്ടു തോന്നുന്നു. ഗൈസ് ഇത് ചെറിയ വണ്ടിയാണെന്ന് നോക്കണ്ട കേട്ടോ. എന്താണിത്? 21 ലിറ്റർ. ഇതൊരു ഫുൾ ടാങ്ക് ആയില്ലേ? മതി ധാരാളം. മോനെ, നമ്മൾ നേരെ വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ എക്സൈറ്റഡ് അല്ലേ? നീ ആദ്യമായിട്ടല്ലേ ഞങ്ങളൊപ്പം? നീ ഇത്രയും കാലം എന്താ നമ്മുടെ ഒപ്പം വരാതെ? ഇത്രയും കാലം എന്താ നീ നമ്മുടെ ഒപ്പം വരാത്തെ? സിദ്ധാർത്ഥം അതെ വരാറില്ലായിരുന്നു. സിദ്ധാർത്ഥിനൊക്കെ ഭയങ്കര ജാടയായിരുന്നു. എന്ത് പണി ഗൈസ്? പിന്നെ ഞാൻ ജോലി ചെയ്തതായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പിന്നെ തിങ്കളാഴ്ച പോലെ ഞാൻ വേറെ പണിക്ക് കയറുവാണ് കേട്ടോ. അപ്പൊ ഞാൻ ജോലി ചെയ്ത ക്ലബിൽ നിന്ന് മാറി. അപ്പം ഇവന്മാരെല്ലാം ജോലി ചെയ്തതായി. പക്ഷെ ഇവന് ജോലിയുണ്ട്. അപ്പൊ ഇപ്പൊ ജോലി ഉള്ളവരാണ് നമുക്ക് സ്പോൺസർ ചെയ്യേണ്ടത്, അല്ലടാ? അത് ഞാൻ യോജിക്കുന്നു. അതെ 60% അത് മതിയില്ലേ? അപ്പൊ അഖില് ഈ വണ്ടിയിലുള്ളതിൽ ജോലി ഉള്ളവരാണ് ചെലവ് ചെയ്യേണ്ടത് മൊത്തം. ഫുഡ് സ്റ്റേയുടെ കാശ് നമ്മൾ ഇട്ടോളാം അല്ലേ? ബാക്കി എല്ലാ കാശും. അതാണ് ഗൈസ്. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഗമണിലേക്ക് ഇപ്പോഴും ഇറങ്ങിയത് ശോകമായി പോയിട്ടോ ഗൈസ്. ഇവിടെ ആകെ 3 മണിക്കൂറേ ഉള്ളൂ. അതിനാണ് ഇത്ര നേരത്തെ ഉമാർ ഇറങ്ങിയത്. ആദ്യം നമ്മൾ വേറെ എങ്ങോട്ടേലും പോകണ്ടോ? ഡയറക്റ്റ് അങ്ങോട്ടാണോ? അപ്പൊ അതിന്റെ ചെക്കിന് അപ്പൊ നമ്മുടെ ചെക്കിന് എപ്പോഴാ? 11 മണിക്കാണ് ചെക്കിൻ. പക്ഷെ നമ്മള് കയറുമ്പോ ഒരു 5 മണി 6 മണിക്കാവും. 6 മണിയാവോ? അതിനാണ് ഇത്ര നേരത്തെ? അല്ല, നമ്മള് വേറെ എവിടെയാ പോണത്? എന്തോ ചാർലി പോയിന്റ് എന്ന് പറഞ്ഞായിരുന്നു ശിവ. ശിവ അങ്ങനെ പറഞ്ഞായിരുന്നു. എനിക്കറിയില്ല അവര് ഏത് പോയിന്റിലാ പോണത്. അവസാനം നേരെ അങ്ങോട്ട് തന്നെ പോകും. ഏതോ വ്യൂ പോയിന്റ്. ഞങ്ങൾ കൂത്താട്ടുകുളത്തിൽ നിന്ന് എത്രയാണ് 1/2 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഞങ്ങളാണ്
അണ്ണൻ 30-20 പോയി. ഏകദേശം 1.5 മണിക്കൂറായി. ഇതുവരെ കൂത്താട്ടുകളും എത്തിയിട്ടില്ല. ഇത്തിരി നേരത്തെ ഇറങ്ങിയത് വളരെ നന്നായത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അയ്യപ്പ വെള്ളം കുടിക്കാൻ 1/2 മണിക്കൂറായി തുടങ്ങിയിട്ട്. എന്താലേ പിന്നെ സേഫ്റ്റിയാണ് വലുതെന്നും പറഞ്ഞാണ് അയ്യപ്പൻ ഇരിക്കുന്നത്. ഗൈസ് കണ്ടോ, ഇനിയുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് 4 മിനിറ്റ് കൂത്താട്ടുകുളം എത്താൻ. ഒരുപാട് നേരമായി ഞങ്ങള് വണ്ടിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ചന്തി കഴിച്ചു തുടങ്ങി. ചന്തി കഴിച്ചു. ഓ, നിന്റെ പുറകില് മറ്റേ ബൈക്കിലിരിക്കണവന്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് പേടി. അവന്റെ ചന്തി ഉണ്ടല്ലോ എന്റെ മോനെ ഒഴുകി തീരും. ഒഴുകി അല്ലടാ. സിദ്ധാർത്ഥിനെ മടുത്തു. സിദ്ധാർത്ഥ ഇങ്ങനെ മടുക്കാത്തതാണ്. നിനക്ക് ആ എക്സ്പ്രഷൻ കാണിച്ചു സിദ്ധാർത്ഥ, മടുക്കാത്ത എക്സ്പ്രഷൻ. ഇങ്ങനെ ഇതിപ്പോ അയ്യപ്പന്റെ കാറായതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞാലും അയ്യപ്പ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറക്കി വിടും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ സിദ്ധാർത്ഥിന്റെ 1000 രൂപ മേടിക്കണോ? സിദ്ധാർത്ഥ നീയാണ് കാശ് തരേണ്ടത്. പിന്നെ 3 പേരെ കൊണ്ടുപോകുന്നതായിരുന്നു. ഇപ്പൊ നിന്നെയും കൂടി ഞങ്ങള് കൊണ്ടുപോകുന്നതാ. എത്ര രൂപയ്ക്ക് ഞങ്ങള് പെട്രോൾ അടിച്ചു? നീ എത്ര കണ്ടു? ആ, അപ്പൊ 1000 രൂപ നീ തന്നെ. അപ്പൊ നമ്മളിപ്പോ കൂത്താട്ടുകുളത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണ്. ഇപ്പം ഡ്രൈവർ സ്പീഡ് കൂട്ടിയിരിക്കുന്നു. 55ലേക്ക് പോയിരിക്കുന്നു. ഈ കാഴ്ചകളൊക്കെ വല്ലപ്പോഴാണ് ഗൈസ് കാണാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് നോക്കണേ. എന്താലേ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഈ വണ്ടിയിലൂടെ എത്തി. അയ്യപ്പന്റെ ഓടിക്കല് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ എത്തി ഇവിടെ. 15 മിനിറ്റ് അധികം കൂടുതൽ നേരത്തെ. ഗൈസ്, അപ്പൊ നമ്മള് അന്ന് നേരത്തെ ഒരു വാഗമൺ ട്രിപ്പ് പോയ ഓർക്കുണ്ടോ നിങ്ങൾ? വീഡിയോ കണ്ടുണ്ടോ? നമ്മൾ അവിടെ അതേ സ്പോട്ടിൽ തന്നെയാണ് വന്ന് നിൽക്കണത്. നമ്മളന്ന് അവിടെ നിന്ന് എങ്ങാണ്ടാണ് ഫുഡ് കഴിച്ച ഗൈസ്. പക്ഷെ ഇന്ന് ആ കട അടച്ചിട്ടേക്കുവാണ്. ഇല്ലടാ, നമുക്ക് അന്ന് കയറിയ കടയില്ലേ അവിടെ പോവാ. വേണ്ട അവിടെ പോയി കുടിക്കാം. എന്നാ വിടാം, വാ. ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ? മനസ്സിലായി, ഇവിടുന്ന് ലെഫ്റ്റ്, വേറെ വളവൊന്നും ഇല്ലല്ലോ ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടെ ചുമ്മാ ഒന്ന് നിർത്തിയതാണ്, നേരെ പോവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ കയറി അല്ലേ. എന്താ കഴിക്കണ നീ? എടാ ഇവിടെ ഇരിക്കാം, വാ. ഇവിടെ ഇരിക്കാം. അവന്മാരെന്തി പുറത്താ? എന്താ പയ്യെ പറയണേ? ഉറക്കെ പറഞ്ഞാലാണ്. ഇനി മൈക്കൊന്നും എടുത്തുള്ള ഞാൻ. അപ്പം നമ്മളാണ് ഇത് ഇപ്പൊ നേരത്തെ എത്തിയേക്കണത്. അവന്മാര് ബാക്കിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഫുൾ കിട്ടണല്ലേ? എനിക്കറിയാം. അപ്പൊ അവന്മാരിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഭയങ്കര വിശപ്പ്. അന്ന് ഞങ്ങൾ വാഗമൺ വന്ന അതേ കടയിൽ തന്നെയാണ് ഇതും കയറിയേക്കുന്നത്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ കഴിച്ചിട്ട് പോയോ? ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനിയിപ്പം നേരെ എവിടെ ഒന്നും ഒരു വെള്ളച്ചാട്ടം ഇല്ലേ? വെള്ളച്ചാട്ടം ഏതായിരുന്നു? ഏതൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇനി ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം ഗൈസ്. ഇപ്പം അവിടെ വെച്ചാണ് ഭയങ്കര വെള്ളച്ചാട്ടമായി പോയിട്ടോ. അത് നല്ല കിടില വെള്ളച്ചാട്ടം. അയ്യോ, അത് ചാറിനുണ്ടോടാ ഗൈസ്? ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. എടാ, നമ്മളാ ചാർലി മലയിൽ പോകുന്ന പറഞ്ഞിട്ട് നല്ല വെള്ളച്ചാട്ടം. ചാടി അയ്യോ. എടാ, അവിടെ കുളിച്ചിട്ട് വന്നാലോടാ വെള്ളച്ചാട്ടത്തിന്. എടാ, ഞങ്ങള് ഭയങ്കര പയ്യെ വന്നത്. എന്നിട്ടൊരു മറ്റേ ആരായിരുന്നു നമ്മുടെ ഒരു സ്കോർപിയോയിൽ ഒന്നൊരു പുള്ളി തെറി പറഞ്ഞിട്ട് പോയായിരുന്നു. ഡ്രൈവിങ്ങിന്റെ കൂടുതലുണ്ട്. എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അവനത് കണ്ടില്ല കേട്ടോ. എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് പോയി. എന്താന്ന് അണ്ണൻ പയ്യ ഓടിച്ചാലും പ്രശ്നമാ എല്ലാവർക്കും ഗൈസ്. അപ്പൊ ഇനി അങ്ങോട്ട് അടുത്ത് നമ്മള് പോണേ? ചാർലി പോയിന്റിൽ എന്താ ഉള്ളേ അത് പറ. ചാർലി എടാ, ഞങ്ങള് 3 സ്ഥലത്ത് നിർത്തി. അതല്ലേ ഇത്ര താമസിച്ചേ അല്ലേ അയ്യപ്പ? അതെ ഗൈസ്. അപ്പൊ ഇനി ചാർലി പോയില്ല. നമുക്കെന്നാ അവിടെ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? വാ, പോയിട്ട് വരാം. നിന്റെ ഒക്കെ വെള്ളച്ചാട്ടം നല്ല എന്താ പൂമ്പാറ വെള്ളച്ചാട്ടോ? വാ പറ.
വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടമാണ് ഗൈസ് ആ കാണുന്നത്. വെള്ളം ചാടണുള്ളത് മാത്രമേ ഉള്ളൂ, ചാട്ടമൊന്നും കാണുന്നില്ല. ഇതാണ് വെള്ളച്ചാട്ടം. ഇറങ്ങിയാലോടാ ശിവ, വെള്ളത്തരത്തിൽ ഇറങ്ങാം. വാ. ഇല്ലില്ല, അവിടെ ഇറങ്ങാന്ന്. നിന്റെ സ്വിമ്മിങ് സ്യൂട്ട് ഇട്, പോയിട്ടിട്ട് വാ. ആ ഇത് സേഫ് ആണോ? എനിക്ക് പേടിയാവണു, എനിക്ക് പേടിയാവണു, ഭയങ്കരമായിട്ട് പേടിയാവുന്നു. ശിവ ഇതൊക്കെ സേഫ് ആണോ ശിവ? പേടിയായിട്ട് വയ്യ, എന്തോരം വെള്ളം. ഓ പേടിച്ചിട്ട് കുട്ടിയിരിക്കണു. പോവാണെ ഒന്ന് രസിക്കണം കേട്ടോ. അയ്യോ ഗൈസ്, കിടിലം വെള്ളച്ചാട്ടം. എന്താ പ്രശ്നം? എന്താ നിങ്ങൾ പ്രശ്നം പറ. ശിവനല്ലേ? ഇല്ല, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ അവിടെ പ്രശ്നം? എന്താ? ഇല്ല ഇല്ലാന്നേ, കറിയൊന്നുമില്ല ഗൈസ്. അപ്പൊ നമുക്ക് പോയാലോ? ഈ വലിയ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞില്ലേ? ആദ്യമായിട്ടാ കണ്ടേ. പിന്നെ നയാഗ്ര വാട്ടർഫാളിലാണല്ലോ വന്നേക്കണേ. അതാ വേസ്റ്റാടാ കേട്ടോ, നാട്ടുകാരൊക്കെ കൊണ്ട് ഇവിടെ വേസ്റ്റ് ഇട്ടേക്കോ, ഫുൾ വേസ്റ്റ്. പോവാം. നയാഗ്ര വാട്ടർഫാളിലും വലുതായിരുന്നു അത്, വെള്ളം ഉള്ളപ്പം. പിന്നെ 2 പ്രാവശ്യം. എങ്ങനെയുണ്ട് വെയിലത്ത്? മര്യാദയ്ക്ക് ആ വണ്ടി കയറി ഇരിക്കാൻ ഞാൻ പറഞ്ഞതാ, ആ കോട്ട് വിട്ടോട്ട്. എല്ലാം മേടിക്കുവാ. അവന് വേണ്ടെന്നല്ലടാ പറഞ്ഞേ. അവന് കൊടുക്കണ്ട, നീ അടുത്തത് വണ്ടി കയറിക്കോ. എന്ത് കുഴപ്പമില്ലാന്ന്, മര്യാദയ്ക്ക് പെട്രോൾ കാശ് ഇട്ടോണം. എന്ത് നല്ല ഇടി വരും. എല്ലാരും കോട്ടൊക്കെ ഊരി തുടങ്ങിയല്ലോ. ഗൈസ് വാഗമൺ വന്നതാ, വെയിലടിച്ച് ചാവാറായി. ഇഞ്ച പൊന്നോ, ഭയങ്കര വെയിലാ, തണുപ്പൊന്നുമില്ല ഗൈസ് ഇവിടെ. അവന്മാര് എത്തി. ചാർലി പോയിന്റ് കാണിക്കാനാന്ന് പറഞ്ഞ് കുറെ ചാണകം കൊണ്ടേ കാണിച്ചു. എന്റെ പൊന്ന് ശിവ, നിന്നെ വിശ്വസിച്ചു വന്നതല്ലേ ഞങ്ങള്, നീ ഞങ്ങളെ ചതിച്ചു. ഗൈസ് എവിടെയാണ് ചാർലി പോയിന്റ്? വാ, ചാർലി പോയിന്റ്. ഹെൽമെറ്റ് വണ്ടിയിൽ വെക്കണമെങ്കിൽ ഓരോന്നിനും 10 രൂപ വെച്ച് അടയ്ക്കേണ്ടതാണ്. എന്താ? ഇല്ല, മറന്നു വേടാ, ഓർത്തില്ല. ഞാൻ ഇറങ്ങി പകുതി എത്തിയപ്പോൾ ഓർത്തെ. അത് കുഴപ്പമില്ല, ഇവൻ ഫോട്ടോ എടുത്ത് തന്നോളൂ. അല്ല, ഹെൽമെറ്റ് അതിൽ വെക്കണേന് 10 രൂപ വെച്ചിട്ടോ. അത് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമുണ്ട്. വണ്ടിയാ ഒന്ന് ഒതുക്കി നിർത്തട്ടെ, എന്നെ കാണിക്കണേ. ഗൈസ് വാ, നമുക്ക് നടക്കാം. എവിടെയാ? എന്നാ വണ്ടി വെച്ച്. അത് കൊള്ളാലോ, വേണേ നടന്നു പോവാ. എന്നിട്ട് പറ, ബാക്കിയും കൂടി പറ. ഓരോ ദിവസം ഓരോ ഇല പറക്കിക്കൊണ്ടു പോകും. അങ്ങനെയാണ് ഈ മൊത്തം ഇല തീർന്നേ. അങ്ങനെ നീയല്ലേ പറഞ്ഞ? അങ്ങനെ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓ മാസാണല്ലോ. നീയല്ല, മാറി. അത് കണ്ടോ, സിദ്ധാർത്ഥ പറഞ്ഞ കേട്ടോ, ഓരോ ദിവസം ഓരോ ഇല പറിച്ചു കളഞ്ഞ അങ്ങനെ ആയെന്ന്. നീയല്ലേ പറഞ്ഞേ? ജവഹർ ആരാ അത് പറഞ്ഞേ? എവിടെ സിദ്ധാർത്ഥ്? സിദ്ധാർത്ഥ് സീനാട്ടോ, രാവിലെ മുതൽ തുടങ്ങിയതാ. സിദ്ധാർത്ഥ
ആ അവര് മാത്രമേ കളിക്കാൻ ആഗ്രഹമുള്ളൂ. ഏത് അല്ല ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞതാ. ചീട്ടുണ്ടായിരുന്നു ഊണോ അവൻ കാരണം മേടിച്ച ഇവനാ അല്ല നീയല്ലേ പറഞ്ഞേ. അതന്നെ അപ്പൊ അത് കണ്ടുപിടിച്ചു. ഫോട്ടോഗ്രാഫർ എബി അബി എബി എല്ലാം കണക്കല്ലേ. ഇതാ അഭിനെ പോലെ മതിയല്ലോ. അയ്യോ അത് മാറിപ്പോയതാ. ഇവിടെയാണോടാ ചാർലിയുടെ ഏതാ ചാർലി പോയിന്റ്? അതറിഞ്ഞാടാ ചാർലി പോയിന്റ്. ആ തള്ള ചതിച്ചതാ. വാ എടാ നല്ല അട്ടയും പഠിക്കൂടോ. അതെ ഏതാ വഴി ഇറങ്ങാൻ പറ്റുമോ? അവന്റെ ചുക്കാമണിക്ക് കുഴപ്പമില്ലേ? വാ ആ വഴി പോവാ. ആരെങ്കിലും എന്താ ഈ വഴിന്ന് വെച്ചാൽ അറിയാതെ വന്നാന്ന് പറഞ്ഞാൽ കേട്ടോ. നീ എന്താ ബോഡി ഷേമിങ്? അയ്യോടാ ഭയങ്കര ബോഡി ഷേമിങ്. എന്റെ ഷോകാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ അവനെ ബോഡി ഷേമിങ് ചെയ്തില്ലേ? ഗൈസ് വാ ഫോട്ടോ എടുക്കാം. ആരാ ഫോട്ടോഗ്രാഫർ? ആ ശിവയ്ക്ക് കൊടുത്തേ. അത് ശരിയാ. എടാ വാടാ അലമ്പ് കാണിക്കല്ലേ. കിട്ടിയോ? ഓ എന്ത് നീ ബുജ്ജി മിണ്ടാതിരി. അയ്യോ അവിടെ നിക്ക്. കണ്ണുപൊട്ടൻ തന്ന സേവ് ദി ഡേ. പൊട്ടം കളിപ്പിക്കുവാണോ നീ അവനെ? എവിടെ ഓ മോനെ തീട്ട സാധനം. അമ്മനെ എടുത്ത് കാണിക്കൂ. അന്നേരത്താണ് ചാർലിയൊക്കെ ഷൂട്ട് ചെയ്തത്. മഞ്ഞുമേല് ഇവിടെ ഒന്നുമല്ല, ചാർലി ഇവിടെ ഷൂട്ട് ചെയ്തത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഏതായിരുന്നു ഈ കടയുടെ പേര്? ടൗൺ ബേക്കറി. ഗൈസ് അന്ന് കയറി അതേ കട. എനിക്ക് പണ്ടത്തെ ട്രിപ്പ് നമ്മള് ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയ ഓർമ്മ വരുന്നു. അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യുന്നു. കാമുകിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന കാണിച്ചു തരാവോ? റെസ്റ്റോറന്റ് മാറി കുട്ടനാട് റെസ്റ്റോറന്റിൽ കയറാൻ പോവാണ്. നല്ല നാടൻ ഊണും ഫുഡും കഴിക്കാം. വാ. അപ്പൊ നമ്മൾ കുട്ടനാട് അന്ന് ഞാൻ ഓർക്കണ്ട, വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ട് കൂറ ഫുഡാന്ന്. ഇവിടെ കയറാം. ആഹാ നല്ല വറുത്ത മീൻ്റെ മണം. എന്താണ് കഴിക്കണേ? പറ. ആർക്കൊക്കെ ബിരിയാണി വേണമെന്ന് പറ. ബിരിയാണി വേണ്ടവരൊന്ന് കൈ പോക്ക്. അല്ലല്ല എനിക്ക് ചോറ് മതി. എനിക്ക് മീൻസ് അല്ല, നിങ്ങൾക്ക് എന്തൊക്കെ ബിരിയാണി? ഞങ്ങൾ മീൽസ് ഉമ്മാരെല്ലാം ബിരിയാണി. ബിരിയാണി മീൽസ് വെച്ച് നോക്കാൻ നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടില്ല? നിനക്കോ ഇഷ്ടപ്പെട്ടില്ല? ഗൈസ് ബിരിയാണി ഭയങ്കര ഷോക്കായിരുന്നു. മീൽസ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു.
പിന്നെ എന്താണ് ബീഫ് നല്ല ഷോവായിരുന്നു, മീൻ നല്ലതാണ്. അപ്പൊ ഞങ്ങളാണ് രക്ഷപ്പെട്ടത്. നീയൊക്കെ മൂഞ്ചി, നീ മൂഞ്ചി കേട്ടാ. മുട്ട കൊണ്ടായിട്ട് കാര്യമുണ്ടോ ഗൈസ്? ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ടൗൺ ബേക്കറിയിലാണ് കയറിയത്. അവിടുത്തെ ഒരു മൂഞ്ചിയ മന്തി കഴിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കുട്ടനാട് റെസ്റ്റോറൻറ്റിൽ കയറിയത്. അതിലും വലിയ മൂഞ്ചിയ സാധനമായി പോയി അല്ലേ?